Dear students, welcome to Learner's World. In this video, I'm going to talk about an essay, Travel Writing in India, an overview by K. Satchidanandan, FIUGP, MDC, BA English, Introducing Travel Narratives, Journey Beyond Borders, second semester, Calcutta University. K. Satchidanandan is a well-known Indian poet, critic, and translator and academic. He writes in Malayalam and English. Themes in his works are social justice, human rights, travel writing, and cultural identity. കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ കവിത എഴുത്തുകാരനാണ്. അതുപോലെ വിമർശകനാണ്, ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം ഒരേ സമയം തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുള്ള തീംസ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, ട്രാവൽ റൈറ്റിംഗ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി, യാത്രാവിവരണം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. Summary of Travel Writing in India, an overview. It is an essay that explores the history, evolution and significance of travel writing in India. അപ്പോൾ ഇതൊരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ an overview എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇന്ത്യയിലെ യാത്രാ വിവരണങ്ങളുടെ ഹിസ്റ്ററി, ചരിത്രം, എവല്യൂഷൻ, പരിണാമം, അതുപോലെ ഇന്ത്യയിലെ ഈ ഒരു യാത്രാവിവരണ എഴുത്തുകളുടെ സിഗ്നിഫിക്കൻസ്, പ്രസക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. He explains how travel writing has evolved over time and how different travelers have described India in their works. അദ്ദേഹം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു യാത്രാ വിവരണ എഴുത്തുകൾ എങ്ങനെയാണ് കാലങ്ങളായിട്ട് എങ്ങനെയായിരുന്നു, ഡിഫറെൻറ്റ് ട്രാവലേഴ്സ്, അതായത് പലതരത്തിലുള്ള യാത്രക്കാരുണ്ടായിരുന്നു, അവരുടെ എഴുത്തുകളിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം ആ ഒരു യാത്രാ വിവരണം എങ്ങനെയാണ് അവർ വിവരിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. India has a long tradition of travel writing dating back to ancient times. പുരാതന കാലം തൊട്ടേ ഇന്ത്യക്ക് ഈ ഒരു ട്രാവൽ റൈറ്റിംഗ് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതായത് യാത്രാവിവരണങ്ങൾ എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത്. Hindu, Buddhist and Jain text contain descriptions of travels for religious and trade purposes. ഇത് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ അവരുടെ എഴുത്തുകളിലൊക്കെ നമുക്ക് യാത്രകളെ കുറിച്ചിട്ട്, അന്നൊക്കെ മതപരമായിട്ടുള്ള യാത്രകൾ, ട്രേഡ് പർപ്പസ്, അതായത് കച്ചവടത്തിനായിട്ടുള്ള യാത്രകളൊക്കെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ അതിൻ്റെ വിവരണങ്ങളൊക്കെ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. Many foreign travelers visited India and wrote about their experiences. ഒരുപാട് വിദേശി യാത്രക്കാർ ഇന്ത്യ സന്ദർശിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക്, ചൈനീസ് ആൻഡ് അറബ് ട്രാവലേഴ്സ് ലൈക്ക് മെഗസ്തനീസ്, ഫാഹൈൻ, ഹ്യൂൻ, ടിസാങ് ആൻഡ് അൽ ബെറൂനി provided detailed accounts of Indian society, culture and traditions. ഒരുപാട് ഡിഫറെൻറ്റ് ട്രാവലേഴ്സ്, അതായത് ഗ്രീക്കിലെയും ചൈനീസിലെയും അറബിലൊക്കെയുള്ള ഒരുപാട് യാത്രക്കാർ എന്ത് ചെയ്യുമായിരുന്നു, അവർ ഇന്ത്യൻ സമൂഹം സന്ദർശിച്ചതിനെ കുറിച്ചിട്ട്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സംസ്കാരത്തെ കുറിച്ചിട്ട്, അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ ഒരു ഡീറ്റെയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ, വിവരണം നൽകുമായിരുന്നു. During the medieval period, travelers like Ibn Battuta and European explorers such as Marco Polo described India's diversity, trade and governance. മീഡിയവൽ പീരീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രാവലേഴ്സ്, യാത്രക്കാർ, അതിൽ വരുന്നതാണ് ഇബ്നു ബത്തൂത്ത, യൂറോപ്യൻ കൺട്രീസിലുള്ള ട്രാവലേഴ്സായിട്ടുള്ള മാർക്കോ പോളോ. അവരൊക്കെ ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി, ഡിഫറെൻറ്റ് കൾച്ചർ,
ട്രേഡ്, ഗവേണൻസ്, ഇതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ എഴുതുമായിരുന്നു. വിത്ത് ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ട്രാവൽ റൈറ്റിംഗ് ടുക്ക് എ ന്യൂ ടേൺ. യൂറോപ്യൻസ് ഇന്ത്യ സന്ദർശിച്ചതോട് കൂടിയിട്ട് ഈ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ബ്രിട്ടീഷ്, ഫ്രഞ്ച് ആൻഡ് പോർച്ചുഗീസ് ട്രാവലേഴ്സ് റോട്ട് അബൌട്ട് ഇന്ത്യ ഫ്രം എ കൊളോണിയൽ പെർസ്പെക്റ്റീവ്. അതായത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് യാത്രക്കാർ ഇവരൊക്കെ ഇന്ത്യനെ കുറിച്ചിട്ട് എഴുതിയിരുന്നത് ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ, ഒരു കൊളോണിയൽ ചിന്താഗതിയിൽ ആയിരുന്നു. Their accounts often showed India as an exotic land but also reflected Western biases. അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അവരുടെ എഴുത്തുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഇന്ത്യനെ ഒരു എക്സോട്ടിക് ലാൻഡ്, ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ എന്നാലും ഒരു വെസ്റ്റേൺ ബയാസസ്, വെസ്റ്റേൺ ചായ്വുകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, മിഷണറീസ് ആൻഡ് ട്രേഡേഴ്സ് documented Indian landscape, people and cultures, sometimes exaggerating its differences from Europe. അതായത് ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സും മിഷണറീസും അവർ ട്രേഡേഴ്സ്, കച്ചവടക്കാരൊക്കെ ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ട്, അതുപോലെ അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട്, വളരെ ഇല്ലാത്തത് പെരുപ്പിച്ചുകൊണ്ട് അവർ എഴുതുമായിരുന്നു. യൂറോപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സാജറേഷൻ അവർ നടത്തുമായിരുന്നു. ഇന്ത്യൻസ് ഓൾസോ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് ദെയർ ട്രാവൽസ്. ഇന്ത്യൻസും ഇന്ത്യയിലെ എഴുത്തുകാർ, ഇന്ത്യൻ ട്രാവലേഴ്സ്, യാത്രക്കാർ ഇന്ത്യയെക്കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ ദ 19th and 20th centuries, Indian writers like Swami Vivekananda, Mahatma Gandhi and Rabindranath Tagore wrote about their travels abroad, describing how they saw other cultures and comparing them with India. 19th century, 20th century ഒക്കെ ആയതോടുകൂടി ഇന്ത്യൻ എഴുത്തുകാരായിട്ടുള്ള സ്വാമി വിവേകാനന്ദ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സന്ദർശിച്ചിട്ടുള്ള യാത്രാ വിവരണങ്ങൾ അവർ വിവരിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ള കൺട്രീസിലെ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ടുഡേ, travel writing in India has expanded beyond just historical and political descriptions. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ യാത്രാ വിവരണങ്ങൾ എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ആണ്, അതായത് പരന്ന് കിടക്കുകയാണ്. ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, അതായത് ചരിത്രപരമായിട്ടും പൊളിറ്റിക്കൽ വിവരണങ്ങൾക്ക് അതീതമായിട്ട് ഇന്നത്തെ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പരന്ന് കിടക്കുകയാണ്. റൈറ്റേഴ്സ് എക്സ്പ്ലോർ പേഴ്സണൽ ജേർണീസ്, കൾച്ചറൽ എക്സ്പീരിയൻസസ്, അഡ്വഞ്ചർ ടൂറിസം ആൻഡ് ഈവൻ ഇക്കോളജിക്കൽ കൺസേൺസ്. ഇന്നത്തെ എഴുത്തുകാർ അവരുടെ പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള യാത്രകൾ അവർ വിവരിക്കുന്നുണ്ട്. അവരുടെ കൾച്ചറൽ എക്സ്പീരിയൻസസ്, അവരുടെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ, അഡ്വഞ്ചർ ടൂറിസം, ഇക്കോളജിക്കൽ കൺസേൺസ് ഒക്കെയാണ് അവർ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫേമസ് ഇന്ത്യൻ ട്രാവൽ റൈറ്റേഴ്സ്, ജേർണലിസ്റ്റ് ആൻഡ് ബ്ലോഗേഴ്സ് നൗ ഫോക്കസ് ഓൺ സ്റ്റോറി ടെല്ലിംഗ്, മേക്കിംഗ് ട്രാവൽ റൈറ്റിംഗ് മോർ എൻഗേജിങ് ഫോർ റീഡേഴ്സ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ട്രാവൽ റൈറ്റേഴ്സിനെ, ജേർണലിസ്റ്റിനെ, ബ്ലോഗേഴ്സിനെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. ഒരുപാട് ബ്ലോഗേഴ്സ് ട്രാവൽ നറേറ്റീവ്സ് ചെയ്യുന്നത്. അവർ ഒരു സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയുന്ന രൂപത്തിലാണ് അവർ യാത്ര വിവരിക്കുന്നത്. അത് റീഡേഴ്സിനെ മോർ എൻഗേജിങ് ആക്കുന്ന തരത്തിലാണ് അവരുടെ യാത്രാ വിവരണം എന്ന് പറയുന്നത്. കെ സച്ചിദാനന്ദൻ ഹൈലൈറ്റ്സ് that travel writing is not just about describing places, it is also about how travelers see and interpret cultures. കെ സച്ചിദാനന്ദം ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ട്രാവൽ റൈറ്റിംഗ്, അതായത് യാത്രാ വിവരണ എഴുത്തുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ യാത്രകളെ കുറിച്ചിട്ട്, സ്ഥലങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് എങ്ങനെയാണ് യാത്രക്കാരെ ആ ഒരു സ്ഥലത്തിൻ്റെ കൾച്ചർ, സംസ്കാരം എങ്ങനെയാണ് വിലയിരുത്തുന്നത്,
എന്നുള്ളത് കൂടി ഇതിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്.